ഗ്രീഷ്മ പറയും. അതെ അതെ, നമ്മളിന്ന് അയ്യോ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് വിഴിഞ്ഞത്ത് പോവാണ് പോർട്ട് വിസിറ്റ് ആയിട്ട്. അപ്പം ഇന്ന് നമ്മളെല്ലാരും രാവിലെ ഒരുങ്ങിക്കെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഹോസ്റ്റലിൽ നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ പറ്റിച്ചു കളഞ്ഞ് നമുക്ക് ഫുഡ്. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇടും. അതെ അതെ, ഞാൻ ചമ്മണ ക്ലിപ്പ് ഞാൻ അതെ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ. അപ്പൊ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും കഴിച്ചില്ല, ഒരു കട്ടം മാത്രം കുടിച്ചിട്ടുണ്ട്. അപ്പം ഇനി പോകുമ്പോ അറിയാം അവിടെ നിന്ന് എന്തൊക്കെ കിട്ടും. അഷ്ടമി അഷ്ടമി എന്റെ ബ്ലോഗിൽ സ്ഥിരം കമന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്. ആരിട്ടില്ലെങ്കിൽ ഇവളിടും. അറിയാം. ഹായ്. എന്റെ നമുക്കിവിടെ ബസ്സുണ്ട്. ബസ് എന്ന് പറയുമ്പം നമ്മൾ പോണ എവിടെയാണ് നമ്മൾ പറഞ്ഞല്ലോ, വിഴിഞ്ഞത്താണ് പോണത്. അപ്പോ പോണ ബസ്സിന് നമ്മളെന്ന് വെച്ചാൽ കുറച്ച് പ്രൊഫഷണലിസം കൂടുതലായ പിള്ളേരായതുകൊണ്ട് നമ്മൾ കോളേജ് ബസ്സിലാണ് പോണത്. കണ്ട, ഇവിടെ ബിടെക്കിലുള്ള പിള്ളേർ പോകണം, ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് പോകണം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളുണ്ട് ഐവിയായിട്ടും കോട്ടൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം കാണിക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഐവിയാണ്. ഞാൻ വിചാരിച്ച് വ്ളോഗ് പോലെ ഇടണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ, അവിടെ ഇടാന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, കാണിക്കാം. കൃപ ദോ പോണം. ഒരു സെറ്റ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. എവിടെ നല്ല തിളക്കമുണ്ടടി ഇവക്ക്. ഇത് തന്നെ സ്കിൻ കെയർ. നമ്മളിവിടെ സ്കിൻ കെയർ ചെയ്യണ ഒരു കൊച്ചാണ്. അവന്റെ പ്രതിഫലം അവളെ മൂത്ത് കാണാനും ഉണ്ട്. ആണ് നമ്മളെ ബസ് ഐവി പോണ. അലീസ് കയറ്. എന്താണ് അലീസ് നോക്ക്. കയറുക. ഗുഡ് മോർണിംഗ്. എന്തായാലും അമ്മ ആയിട്ടില്ല. ഒക്കെ വെച്ചിറങ്ങി. നമ്മളെ സാറും വീഡിയോ ഫോണെല്ലാം ഇപ്പൊ വാങ്ങിച്ചിരിക്കണം കേട്ടാ. ബസ്സിന് ഇറങ്ങി. നോ ഫോട്ടോ നോ വീഡിയോസ്. അകത്ത് സംഭവം ഒന്നും കേട്ടില്ല, നടക്കൂല. അവരൊരു ഫോൺ വെച്ചോ, ബസ് വീഡിയോ എടുക്കണ്ട ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞു. നമ്മൾ അതിന്ന് അവർ ഈ ബസ്സിൽ കയറ്റി. അവരെ ബസ്സിലെ കയറാൻ പറ്റും. ക്ലാസ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. കൊഞ്ചം തള്ളി നില്ലടി. ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഫോണൊന്നും അലൗഡല്ല, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് രാവിലെ അതിനകത്ത് മൊത്തം കൊണ്ടുപോയി കാണിച്ചിട്ടതാണ്. ഇത് രസം കാണാൻ. അതിനകത്ത് ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയാണ്, ഫുൾ ഓട്ടോമാറ്റിക് ആണ്. ഒരു വീഡിയോസ് എടുക്കാൻ പറ്റൂല. അപ്പോൾ എടുത്ത ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്തുകൂടാ. അത് ഭയങ്കര ക്രിമിനൽ ഒഫൻസ് ആണെന്നാണ് അവർ പറയണത്. ഒന്ന് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഫുഡ് കഴിച്ച് ദോശയും ചമ്മന്തിക്കറിയും സാമ്പാറും അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോണ്. അത് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ക്ലാസ്സിനാണ് വന്നത്. ക്ലാസ്സിന് വന്നിട്ട് ഫുൾ ക്ലാസ് ആയിരുന്നു. ഒരു 2-2.5 മണിക്കൂറൊക്കെ ക്ലാസ് നല്ല രസമുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. ഉറക്കം ഒന്നും വന്നില്ല. പിന്നെന്തോ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കണം, കാണിച്ചു തരാം. ഞാനും ഫോട്ടോ ഇവിടെ എല്ലാവരും എടുത്തോണ്ടൊക്കെ നിൽക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ ക്യാപ്പ് ഒന്നായിട്ട് മൂത്തുപോയി. നമ്മൾ ക്യാപ്പൊക്കെ കിട്ടിക്കണ്ട. ടീഷർട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കോളേജ് ബസ്സിൽ കയറി. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ എത്തിട്ട് കിടന്നുറങ്ങും. നമ്മള് തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി ബസ്സിൽ. അപ്പോ ഉറങ്ങി എത്തിയിട്ട് നമുക്ക് 5 മണി, ഇപ്പം 5 മണിയായ സമയം. ഹോസ്റ്റലിൽ 3:30-ക്കാണ് ചായയും കടിയും കൊടുക്കണം. എല്ലാം കഴിഞ്ഞാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് ചായ കുടിക്കണില്ല, എന്തെങ്കിലും സ്നാക്സ് പോലെ കഴിച്ചിട്ട് പോകും. എനിക്ക് വേണ്ട ചായ, വേണ്ട. നിനക്ക് എന്തോന്നാണ്? അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തോന്ന്, ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കും ഗൈസ്. ഉടനെ കൂട്ടി. അപ്പം എന്തോന്ന്, ഒരു ഐസ്ക്രീം കുടിച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ മുഖം എങ്ങനെ ഇരിക്കണമെന്ന് പോലും ഞാൻ കണ്ടില്ല. ഫുൾ വെയിൽ.